മൊഡ്യൂളിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പം മെക്കാനിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ അതിനകത്ത് സിലബസിനകത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ദെൻ സ്റ്റാറ്റിക്സ് എന്താണ്, സ്റ്റാറ്റിക് പ്രിൻസിപ്പിൾസ് എന്താണ്, ഒരു മിനിറ്റ് റെക്കോർഡ് കൂടെ ചെയ്തേക്കണേ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിസ്സേ. ഓക്കെ ഫൈൻ, ശരി. എന്താണ് കുറച്ച് ലോസ് അതൊക്കെ പഠിക്കാനുണ്ട്, ഈ പാരലോഗ്രാം ലോസ്. അപ്പം അതൊക്കെ ലോസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെയാണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഈ ഡെഫിനേഷൻ തന്നിട്ട് ഏത് ലോ ആണ് എന്നുള്ളത് ചോദിക്കാം. അതല്ലേ പാരലോഗ്രാം ലോസിനകത്തൊക്കെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഈ പാരലോഗ്രാംസ് ലോസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് ഒത്തിരി വലിയ പാടായിട്ടുള്ള സബ്ജക്ട്സ് ഒന്നും അല്ല, ബേസിക് കുറച്ച് കാര്യങ്ങള് എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പം എന്താണ് മെക്കാനിക്സ്, എന്താണ് മെക്കാനിക്സ് എന്ന് അറിയാമോ? എന്താണ് മെക്കാനിക്സ്? മെക്കാനിക്സ് റിലേറ്റഡ് എന്തെങ്കിലും സബ്ജക്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നോ ഡിപ്ലോമയില്? ഫിസിക്സ് ഉണ്ടായിരുന്നു അല്ലെ? അപ്പം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്, ഫിസിക്കൽ സയൻസ് ആണ്. അപ്പൊ വിച്ച് ഡീൽസ് വിത്ത് ബോഡീസ് അറ്റ് റെസ്റ്റ് ആൻഡ് ബോഡീസ് ഇൻ മോഷൻ. അപ്പം കുറച്ച് എന്താണ് ബോഡീസ് റെസ്റ്റിലിരിക്കുന്ന ബോഡീസും അതുപോലെ മൂവിങ് ആയിട്ടുള്ള ബോഡീസ് ഡീൽ ചെയ്യുന്ന ഒരു ഫിസിക്കൽ സയൻസ് ആണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ചിലപ്പം ചില ബോഡിയിൽ എന്താണ് ഫോഴ്സിന്റെ ആക്ഷൻസ് കാണും അല്ലെ? അപ്പം എന്താണ് ആക്ഷൻ ഓഫ് ഫോഴ്സ് കാരണം എടുക്കുന്നതാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മെക്കാനിക്സിനകത്ത് നമുക്ക് കുറച്ച് സബ് ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഉണ്ട്, അതുപോലെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സും. ഓക്കെ, ദെൻ ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ നമ്മൾ എഗെയിൻ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനെ നമ്മൾ എഗെയിൻ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് നമുക്ക് ബേസിക്കലി നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് സ്റ്റഡി ചെയ്യുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡും അതിന്റെ സബ് ഡിവിഷൻസ് ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല, മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ നമ്മൾ എഗെയിൻ സബ് ഡിവൈഡഡ് ടു മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ്. ഓക്കെ, എന്താണ് റിജിഡ് ബോഡീസ്? റിജിഡ് ബോഡീസ് എന്താണെന്ന് അറിയാമോ? എന്താണ് റിജിഡ് ബോഡീസ്? അറിയാവോ ആർക്കെങ്കിലും? റിജിഡ് ബോഡീസ് എന്ന് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഒരു പാറക്കല്ല് തന്നെ വെച്ചു. അപ്പൊ നമ്മുടെ ഒരു ഹാർഡായിട്ടുള്ള ഒരു പാറക്കല്ല്, അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണ് ഒരു ഫോഴ്സിനെ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഒരു ഫോഴ്സിനെ കൊടുക്കുന്ന സമയത്തും അതിനൊന്നും സംഭവിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ സ്റ്റിൽ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അതാണ് റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത്. അതിന്റെ മൂവ്മെന്റോ അതിന്റെ ചേഞ്ചസോ അതിന്റെ പൊസിഷൻ വേരി ചെയ്യുന്നതോ അതിന്റെ പാർട്ടിക്കിൾസ് ചേഞ്ചസോ അങ്ങനെ ഒന്നും സംഭവിക്കാതെ ആ ഒരു ബോഡീസ് അങ്ങനെ തന്നെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം ഈ റിജിഡ് ബോഡീസിനെ നമ്മൾ എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഓക്കെ, അപ്പം മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡി ഉണ്ട്. ഡിഫോമബിൾ ബോഡി എന്ന് പറയുമ്പോൾ ഈ റിജിഡ് ബോഡിയുടെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബോഡീന് എന്ത് സംഭവിക്കും? ചേഞ്ചസ് സംഭവിക്കും, മൂവ്മെന്റ് സംഭവിക്കും, അതിന്റെ പാർട്ടിക്കിൾസിന് ചേഞ്ചസ് സംഭവിക്കും, അല്ലെങ്കിൽ അതിന്റെ ലെങ്തിന് വേരിയേഷൻസ് ഉണ്ടാവും, അതിന്റെ ഡയമെൻഷൻസിന് വേരിയേഷൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ഉണ്ട്, മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ് ഉണ്ട്. അപ്പൊ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസിനകത്ത് തന്നെ എഗെയിൻ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഓക്കെ, സ്റ്റാറ്റിക്സും ഡൈനാമിക്സ്. ഈ സ്റ്റാറ്റിക്സും ഡൈനാമിക്സിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് പഠിക്കാനുള്ളത്. ഇതിന്റെ കുറച്ചുകൂടി ഒരു ഹൈ വേർഷൻസ് ആണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ നിങ്ങൾ ഹയർ സെമസ്റ്ററിലേക്ക് പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സ് ആണ്. അപ്പൊ അത് നമ്മൾ പഠിക്കണമെങ്കിൽ അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എഞ്ചിനീയറിംഗ് റിജിഡ് ബോഡീസിനകത്ത് തന്നെ സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക്സും ഉണ്ട്. ഓക്കെ, ദെൻ ഡൈനാമിക്സിനകത്ത് തന്നെ എഗെയിൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. Engineering mechanics which deals with the mechanics of rigid bodies,
Then rigid bodies which is converted into statics and dynamics. Dynamics which is divided by kinematics and kinematics. Okay, ഇതാണ് ബേസിക് കാര്യങ്ങൾ. ഇനി എന്താണ് സ്റ്റാറ്റിക്സ്? എന്താണ് സ്റ്റാറ്റിക്സ് എന്ന് അറിയാവോ? ആ അതെ, സ്റ്റാറ്റിക്സ് നോട്ട് കാണാൻ പറ്റുന്നില്ലേ? Statics എന്ന് പറഞ്ഞാല് static is branch of rigid body mechanics which deals with force and its effect on bodies at rest. Okay, statics എന്ന് പറഞ്ഞാല് ഒരു ബോഡി റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് എന്താണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറ്റി പഠിക്കുന്നതാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി വെച്ച് എന്ത് ചെയ്യും? അത് മൂവ് ചെയ്യും, മോഷൻ ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, അപ്പം സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാല് which deals with the force and its effect on the body at rest. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിന് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്ന ആണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ബ്രാഞ്ച് ഓഫ് റിജിഡ് ബോഡി മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ഫോഴ്സ് ആൻഡ് ഇറ്റ് എഫക്ട്സ് ഓൺ ബോഡി അറ്റ് മോഷൻ. എന്ത് സംഭവിക്കും? അവിടെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബോഡിക്ക് മോഷൻ സംഭവിക്കും. അപ്പൊ അതിനെ പഠിക്കുന്ന കാര്യമാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. എഗെയിൻ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഡൈനാമിക്സ് നമ്മൾ വേറെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ദെൻ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡൈനാമിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു മൂവിങ് ചെയ്യുന്ന ഒരു ബോഡിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ എന്താണ്? അവിടെ നമ്മൾ ഉണ്ടാകുന്ന ഫോഴ്സിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം കൈനറ്റിക്സ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ആണ്, വിച്ച് ഡീൽസ് വിത്ത് ബോഡീസ് ഇൻ മോഷൻ. ദെൻ എന്താണ്? വെയർ കൺസിഡറിങ് ദ ഫോഴ്സ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നതാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാല് സെയിം ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ആണ്, പക്ഷേ എന്താണ്? അവിടുത്തെ ഫോഴ്സിന്റെ റെസ്പോൺസിബിളെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതാണ് കൈനമാറ്റിക്സ്. ക്ലിയർ ആണോ ഇത്രയും ടേംസ്? സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. ക്ലിയർ ആണോ? എനിക്കൊന്ന് റെസ്പോൺസ് ചെയ്യണേ ആരെങ്കിലും. ഓക്കെ, ഇപ്പൊ 4 ടേംസ് ആണ് ഈ കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഒക്കെ ചോദിച്ചിട്ട് എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു 4 ടേംസ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ലോ ആണ് നമ്മുടെ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുണ്ടാവും നേരത്തെ. പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് ഇത് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് ആണോ? ഓക്കെ, ഏതാണ്? എനിക്ക് കമന്റ്സ് കാണാൻ പറ്റില്ല, അതുകൊണ്ട് കാണുന്നവരൊന്ന് പറയണേ. ഏതാണ് പറയേണ്ടത്? സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാല് ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡീനെ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റിനെ പറ്റി പഠിക്കുന്നതാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് മൂവിങ് ആയിട്ടിരിക്കുന്ന ബോഡി. ഓക്കെ, ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ബോഡിക്ക് എന്ത് സംഭവിക്കും? മോഷൻ സംഭവിക്കും അല്ലെ, അത് ചേഞ്ച് ആകും. അപ്പൊ അതിനെ പറ്റി പഠിക്കുന്നതാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ ഡൈനാമിക്സിനെ നമ്മൾ 2 രീതിയിൽ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്. നമ്മൾ പറഞ്ഞു ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ മോഷനിലുള്ള ബോഡീസിനെ പറ്റി പഠിക്കുന്നതാണ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു. ദെൻ ഈ കൈനറ്റിക്സിനകത്ത് നമ്മൾ എന്താ ചെയ്യുക? ആ ഫോഴ്സിന്റെ റെസ്പോൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആ റെസ്പോൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അതാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഫസ്റ്റ് ലോ ആണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഈ പാരലോഗ്രാം ലോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് പ്രോബ്ലം കണ്ടുപിടിക്കാൻ. ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ഞാൻ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ഈ പാരലോഗ്രാം ലോ വെച്ചുകൊണ്ടൊക്കെ നമുക്ക് ചെറിയ കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ വരും. അത് ചോദിച്ചിട്ടുണ്ട് നേരത്തെ ക്വസ്റ്റ്യൻസിനകത്ത്. അപ്പൊ പാരലോഗ്രാം ലോ എന്ന് പറഞ്ഞാല്
If two forces acting simultaneously at a point are represented in magnitude and direction by the adjacent side of a parallelogram, then the diagonal of the parallelogram passing through their point of intersection represent the resultant of the two forces in both magnitude and direction. ഡെഫിനിഷൻ കണ്ട് പേടിക്കൊന്നും വേണ്ട, കാര്യം പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് നിങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പാരലോഗ്രാം ലോ എന്ന് പറഞ്ഞാല് ഇപ്പം നമുക്ക് രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ്. ദെൻ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ക്യൂ എന്ന് പറയുന്ന ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പം പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സസ് നിങ്ങൾക്ക് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ഇതിന്റെ സെന്ററിലായിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, ഈ പിയുടെയും ക്യൂവിന്റെയും സെന്ററിലായിരിക്കും ഇതിന്റെ റിസൾട്ടന്റ് ഫോം ചെയ്യുക. ഇത് ഒരു ഡെറിവേഷൻ വെച്ച രീതിയിലാണ് ഇതിന്റെ നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡെറിവേഷൻസ് ആണ്. ഈ ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് ആ പ്രോബ്ലം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനേ ഉള്ളൂ. നമ്മൾ തിയറി ആയിട്ട് പഠിക്കുന്ന സമയത്താണ് ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, പി ആൻഡ് ക്യൂ. ദെൻ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് ഇതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും. അപ്പൊ രണ്ട് ഫോഴ്സസിന്റെ സെന്ററിലായിരിക്കും ഇതിന്റെ റിസൾട്ടിങ് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിഗർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പി ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സസ് ഉണ്ട്. ദെൻ എന്താണ് ഈ ഹൊറിസോണ്ടൽ ഫോഴ്സും ഇവിടെ ആക്ട് ചെയ്യുന്ന ഇതിന്റെ റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറയും. ഓക്കെ, ഹൊറിസോണ്ടൽ ഫോഴ്സും അതിന്റെ റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്താ പറയും? തീറ്റ എന്ന് പറയും. അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ ഫോഴ്സ്, അതായത് ക്യൂ, ഈ വെർട്ടിക്കൽ ഫോഴ്സും അതിന്റെ റിസൾട്ടന്റും തമ്മിലുള്ള ആക്ട് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കും. ഓക്കെ, ഇനിയും ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കും? ആൽഫ എന്ന് വിളിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഒന്നും കൂടെ പറയണോ? പറയണോ? ഓക്കെ, ഇനി ഫിഗർ നമ്മൾ വരയ്ക്കുന്നത്, നമുക്ക് രണ്ട് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. ഈ ഫോഴ്സ് നമ്മൾ ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതിനെ നമ്മൾ ഒരു പാരലോഗ്രാം ആയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇവിടെ കാണിച്ചേക്കുന്ന കണ്ണാ നിങ്ങൾക്ക്? പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത് അല്ലെ? ദെൻ എന്ത് ചെയ്യും നമ്മള്? ഈ സി എന്ന് പറയുന്ന ജോയിന്റിനെ ഇതിനെ താഴോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോ ദെൻ എന്താണ് ഈ ഒ ക്യൂ എന്ന് പറയുന്ന സെയിം ലൈൻ തന്നെയാണ് ഈ എ സി എന്ന് പറയുന്നത്. ദെൻ അവിടുത്തെ ആംഗിൾ ആൽഫ എന്ത് തന്നെ ആയിരിക്കും? ഇവിടുത്തെ ആൽഫ ആയിരിക്കും. ജസ്റ്റ് ഫിഗർ ആണ്, ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല് രണ്ട് ഫോഴ്സസ് ഉണ്ട്, പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സസ് ഉണ്ട്. ദെൻ അത് കാരണം ഉണ്ടാവുന്ന ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? സെന്റർ ഓഫ് ദ ഫോഴ്സസ് ആയിരിക്കും. അത് അറിഞ്ഞു വെച്ചേക്കാം. ഇതാണ് നിങ്ങളുടെ ഡെഫിനിഷൻ. വേറെ ഒക്കെ നിങ്ങൾ വിട്ടേക്ക്, ഈ ഫിഗറും കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ദെൻ രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്താ പറയാ? ആൽഫ എന്നായിരിക്കും പറയുക. ഓക്കെ, ദെൻ റിസൾട്ടന്റും ഹൊറിസോണ്ടലും തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ തീറ്റ എന്ന് പറയും. ദെൻ ക്യൂ ഫോഴ്സ്, അത് വെർട്ടിക്കലി കിടക്കുന്ന ഫോഴ്സും റിസൾട്ടന്റും തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ ആംഗിളിനെ നമ്മൾ ഫൈ എന്നും പറയും. ഇത്രയും ടേംസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. രണ്ട് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് അതിന്റെ സെന്ററിലായിരിക്കും വരിക, ആർ. ദെൻ എന്താ ചെയ്യുക? രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കും? ആൽഫ എന്ന് വിളിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണോ? ഒന്നും കൂടെ പറഞ്ഞു തരണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ടേംസ് ഇത്രയും മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിരിക്കും നമ്മളോട് ചോദിക്കുക, ഈ റിസൾട്ടന്റ് ആർ. അപ്പൊ ഈ ആർ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങൾക്ക് ചിലപ്പം ഈ പിന്റെ ഫോഴ്സും തരും, ക്യൂവിന്റെ ഫോഴ്സും തരും.
നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് തരും പി എത്രയാണ് ക്യൂ എത്രയാണ് തരും. ദെൻ ആൽഫ, ഇപ്പൊ ആൽഫ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ആൽഫ എന്ന് പറയുന്നത്, ഒരു പി ഉണ്ട് ക്യൂ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആൽഫ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആൽഫ നമുക്ക് മേ ബി ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടത് വരും, ഇല്ലെങ്കിൽ നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്ത് ഈ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ നമുക്ക്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, പാരലോഗ്രാം ലോ. ദെൻ ഇതിനകത്ത് നിങ്ങൾക്ക് തരും പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് തരും, ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ്. നെയിമിംഗ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, പി എന്നായിരിക്കില്ല, മേ ബി 2 ഫോഴ്സസ് എന്ന് പറഞ്ഞായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റിന് തരുന്നത്. ഒരു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 കിലോന്യൂട്ടൺ സംതിങ് ഏതെങ്കിലും കിലോന്യൂട്ടൺ തരും. അടുത്ത സെക്കൻഡ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് തരും. ദെൻ നിങ്ങൾ ഫൈൻഡ് ദ റിസൾട്ടന്റ് എന്നായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. റിസൾട്ടന്റ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട്, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2 എണ്ണം നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 എണ്ണത്തിനകത്തും ഇതുപോലെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആർ equal to root of p square plus q square plus 2pq cos alpha. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ എക്സാമിന്? അറിയില്ല. കാൽക്കുലേറ്റർ പറ്റുമായിരിക്കും. അപ്പൊ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്ററിനകത്തോട്ട് ഇത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് എന്റെ ആൻസർ കിട്ടും. ഓക്കെ, പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കാം, അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പാരലോഗ്രാം ലോ എന്ന് പറയുന്നത് 2 ഫോഴ്സസ് ഉണ്ടാവും. 2 ഫോഴ്സസ് എന്താ ചെയ്യുക, അതിന്റെ 2 ഫോഴ്സസ് ഉണ്ടാവും, അതിന്റെ മാഗ്നിറ്റ്യൂഡും റിസൾട്ടന്റും. അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, രണ്ടിന്റെയും സെൻട്രൽ ആയിരിക്കും അതിന്റെ റിസൾട്ട് ഫോം ചെയ്യുക. ദെൻ അവിടുത്തെ തീറ്റ, ഇപ്പൊ നമ്മൾ കുറെ ആംഗിൾ പറഞ്ഞില്ലേ, തീറ്റ പറഞ്ഞു ആൽഫ ഒക്കെ പറഞ്ഞു. അപ്പൊ തീറ്റ ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ക്യൂ സൈൻ ആൽഫ ബൈ പി പ്ലസ് ക്യൂ കോസ് ആൽഫ. ഓക്കെ, ഇനി നമ്മുടെ ഫിഗർ എങ്ങനെയായിരുന്നു, ഇതാണ് നമ്മുടെ ഫിഗർ അല്ലേ. ഇത് പി, ഇത് ക്യൂ. ഇനി നിങ്ങളോട് ചിലപ്പം ചോദിക്കാം, നിങ്ങൾക്ക് എന്താണ് ആൽഫ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഓക്കെ, ആൽഫ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്, ആൽഫ എന്ന് പറഞ്ഞു അല്ലേ. ചിലപ്പം റിസൾട്ടന്റ് നിങ്ങൾക്ക് തരും, റിസൾട്ടന്റും ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ചിലപ്പോൾ നിങ്ങൾക്ക് തരും തീറ്റ. ഓക്കെ, അങ്ങനെ തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം, ആൽഫ ഡയറക്റ്റ്ലി ഇതിനകത്തൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയും എന്താണ്, ചിലപ്പോൾ ഫൈ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഫൈ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൽഫ ഉണ്ടാവും തീറ്റ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫൈ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ആൽഫ അറിയാം എത്രയാണെന്ന് അറിയാം, തീറ്റ എത്രയാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫൈ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ആൽഫ ഫൈ ഇസ് ഈക്വൽ ടു എങ്ങനെ പറയാം, ആൽഫ മൈനസ് തീറ്റ ആയിരിക്കത്തില്ലേ ഈ ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. ആണോ? അതെ അതെ. അപ്പം ഈ 3 ഇക്വേഷൻ ഈ പാരലോഗ്രാം ലോയ്ക്കകത്തുനിന്ന് ഈ 3 ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിനകത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി ചോദിക്കുന്ന റിസൾട്ടന്റ് ആർ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ഇതാണ് റിസൾട്ടന്റ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും അല്ലെങ്കിൽ ഇനിയും തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഫൈ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഗിവൺ ആയിരിക്കും. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഗിവൺ ആണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇത് 3 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇതിനകത്ത് 2-3 കേസസ് വരും. ഈ കേസസ് വെച്ചുള്ളത് മോസ്റ്റ്ലി നിങ്ങൾക്ക് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടുത്തെ ആൽഫ 0 ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഫിഗർ നോട്ട് ചെയ്ത് വരച്ചോ? ഫിഗർ നോട്ട് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഈ ഫിഗർ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഞാൻ നോട്ട് അയച്ചു തരാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് ഫിഗർ.
അപ്പം ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് ആൽഫ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, ഓക്കെ, നമ്മുടെ കേസിൽ ഇപ്പൊ ആൽഫ നമുക്ക് തന്നിട്ടില്ല, ആൽഫ 0 ആയിട്ടാണ് നമുക്ക് പറയുന്നതെങ്കിൽ നമുക്ക് R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് P പ്ലസ് Q എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അവിടുത്തെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു കേസ് ആണ്, പാരലോഗ്രാം ലോയുടെ ഒരു കേസ് ആണ് ആൽഫ എന്ന് പറയുന്നത്. അതായത് രണ്ട് ഫോഴ്സും, നമ്മൾ പറഞ്ഞു ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ആണ് ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്നത് 0 ആണ് നമുക്ക് തരുന്നതെങ്കിൽ then find the resultant ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ resultant is equal to P plus Q ആയിരിക്കും. P എന്ന് പറയുന്ന ഫോഴ്സും Q എന്ന് പറയുന്ന ഫോഴ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ റിസൾട്ടന്റ് കിട്ടും. then സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ then resultant R is equal to root of P square plus Q square ആയിരിക്കും അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പം ആൽഫ 0 ആണെങ്കിൽ റിസൾട്ടന്റ് ഈക്വൽ ടു P plus Q, then ആൽഫ 90 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് P square plus Q square. ഓക്കെ, അടുത്ത കേസ് 3 എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് എന്താണ്, 180 ഡിഗ്രി ആണ്. ഓക്കെ, 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതല്ലേ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതാണ് അല്ലെ, P എന്ന് പറയുന്ന ഫോഴ്സും Q എന്ന് പറയുന്ന ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്താകും, 180 ഡിഗ്രി ആകും അല്ലെ. അങ്ങനെ 180 ഡിഗ്രി ആണ് ഇവിടുത്തെ ആംഗിൾ എങ്കിൽ അവിടുത്തെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P മൈനസ് Q ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ കേസ്, ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞാല് Q എന്ന് പറയുന്നത് ഈക്വൽ ടു P. ഓക്കെ, രണ്ട് ഫോഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. P എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, Q എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ Q എന്ന് പറയുന്ന ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു P ആണ് എങ്കിൽ then അടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2P cos alpha by 2. ഓക്കെ, 2P cos alpha by 2. then അവിടുത്തെ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ ബൈ 2 ആയിരിക്കും. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് നമ്മുടെ ഇത്ര ഇക്വേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞേ, R ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു, R ഈക്വൽ ടു റൂട്ട് ഓഫ് P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് 2PQ കോസ് ആൽഫ പറഞ്ഞു. then tan theta is equal to Q sin alpha by P plus Q cos alpha പറഞ്ഞു. then even phi ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിൽ എന്തായിരിക്കും, ആൽഫ മൈനസ് തീറ്റ ആയിരിക്കും. tan phi is equal to P sin alpha by Q plus P ആണെന്ന് പറഞ്ഞു. ഇതിനകത്ത് തന്നെ നമ്മൾ 4 കേസസ് പറഞ്ഞു. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടുത്തെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് P പ്ലസ് Q ആയിരിക്കും. then കേസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് R ഈക്വൽ ടു റൂട്ട് ഓഫ് P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ ആയിരിക്കും. then when ആൽഫ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി റിസൾട്ടന്റ് R ഈക്വൽ ടു P മൈനസ് Q. then ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് when Q ഇസ് ഈക്വൽ ടു P ആണെങ്കിൽ R ഇസ് ഈക്വൽ ടു 2P കോസ് ആൽഫ ബൈ 2. then അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ആൽഫ ബൈ 2 ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇത്രയും? ഉണ്ട്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇപ്പൊ പാരലോഗ്രാം വെച്ചിട്ടുള്ള പ്രോബ്ലം ശ്രദ്ധിച്ചിരിക്കാൻ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം ആണിത്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ടു ഫോഴ്സസ് P and Q ഓഫ് മാഗ്നിറ്റ്യൂഡ് 25 ന്യൂട്ടൺ അല്ലെ. അപ്പൊ P എന്ന് പറയുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 25 ന്യൂട്ടൺ എന്ന് പറയുന്നത്. Q എന്ന് പറയുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 10 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ടു ഫോഴ്സസ് P and Q ഓഫ് മാഗ്നിറ്റ്യൂഡ് 25 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ്. ദ ഫോഴ്സ് P and Q make, okay, P make an angle 50 degree and Q make 45 degree. Measured counter clockwise with the horizontal. Determine the resultant in magnitude and direction. Okay, നമുക്ക് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, അത് റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. then അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് ഈ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എത്ര ആംഗിളിലാണ് ഇത് നിൽക്കുന്നത് എന്നുള്ളൊരു ഡയറക്ഷനും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, രണ്ട് ഫോഴ്സസ് ഉണ്ട് P and Q. then P is 25 ന്യൂട്ടൺ and Q is 10 ന്യൂട്ടൺ. then എന്താണ് പറയുന്നത്, P മേക്ക് ചെയ്യുന്ന ആംഗിൾ 15 ഡിഗ്രി ആൻഡ് Q മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 45 ഡിഗ്രി. എന്താണ് പറയുന്നത്, മെഷറിംഗ് കൗണ്ടർ ക്ലോക്ക് വൈസ്. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താ,
ആന്റി ക്ലോക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്തോ ആന്റി ക്ലോക്ക് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? നമുക്കറിയാം. നമുക്കറിയാം ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലും ദെൻ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് തന്നെയാണ് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പം ഈ പിയും ക്യൂവും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസില, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പിയും ക്യൂവും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ദെൻ എന്ത് ചെയ്യണം നമുക്ക്? എന്നിട്ട് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം, അത് റിസൾട്ടന്റും കണ്ടുപിടിക്കണം, അതിന്റെ ഡയറക്ഷനും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫിഗർ വരച്ചു നോക്കുക. ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്മള് മുമ്പ് പറഞ്ഞ സെയിം ഫിഗർ തന്നെയാ, ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ്? ഹൊറിസോണ്ടൽ കൗണ്ടർ ക്ലോക്ക് വൈസ് വിത്ത് ഹൊറിസോണ്ടൽ ആക്സിസ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് നമ്മൾ വരച്ചു, ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് വരച്ചു അല്ലെ? ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? 15 ഡിഗ്രിയിൽ അല്ലെ, 15 ഡിഗ്രിയിൽ ഹൊറിസോണ്ടലിൽ നിന്ന് 15 ഡിഗ്രിയിൽ എന്ത് ആക്ട് ചെയ്യുന്നു? പി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു അല്ലെ? അപ്പം എന്താണ്? ഒരു പി എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? എവിടുന്ന്? ഹൊറിസോണ്ടലിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 15 ഡിഗ്രിയിൽ പി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത എന്താണ്? 45 ഡിഗ്രിയിൽ എന്ത് ആക്ട് ചെയ്യുന്നു? ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് 45 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? എങ്ങനെ? ഹൊറിസോണ്ടലിൽ നിന്ന് 45 ഡിഗ്രി. അപ്പം ക്യൂ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നു, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? ഇനി ഇതിന്റെ റിസൾട്ടന്റ് എവിടെ ആയിരിക്കും ഫോം ചെയ്യുക? ഈ പിയുടെയും ക്യൂവിന്റെയും ഇടയ്ക്കായിട്ടായിരിക്കും ഇതിന്റെ റിസൾട്ടന്റ് ഫോം ചെയ്യുക അല്ലെ? റിസൾട്ടന്റ് ഫോം ചെയ്യുന്നത് വരയ്ക്കാം. ഇതാണ് ഇതിന്റെ റിസൾട്ടന്റ്. രണ്ട് ഫോഴ്സിന്റെ സെൻട്രൽ ആയിട്ട് എന്ത് വരും? ഇതിന്റെ റിസൾട്ടന്റ് വരും. ഫിഗർ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാ ചോദിച്ചേക്കുന്നത്? നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാ ചോദിച്ചേക്കുന്നേ? റിസൾട്ടന്റ് കണ്ടുപിടിക്കണം അല്ലെ? റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ. എന്താണ് ഇക്വേഷൻ? R is equal to root of p square plus q square plus 2pq cos alpha. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാ അറിയാം? P അറിയാം 25 കിലോ ന്യൂട്ടൺ, then Q അറിയാം 10 ന്യൂട്ടൺ അല്ലെ? പിയും ക്യൂവും നമുക്കറിയാം. ഇനി നമുക്ക് എന്താ അറിയണം ഇതിനകത്തുനിന്ന്? ആൽഫ അറിയണം അല്ലെ? ആൽഫ അറിയണ്ടേ? ആൽഫ നമുക്ക് അൺനോൺ ആണ് അല്ലെ? ആൽഫ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പറഞ്ഞേ, ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ അല്ലെ? ഈ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആൽഫ അല്ലെ? നമുക്ക് എന്തൊക്കെ അറിയാം? നമുക്ക് ഇതിനകത്തുനിന്ന്? നിങ്ങൾ തന്നെ പറ. അറിയാം. അങ്ങനെയാണെങ്കിൽ ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എന്ത് കണ്ടുപിടിക്കാം? 45 മൈനസ് എന്ത് ചെയ്യണം? 15 ചെയ്യണം അല്ലെ? ആൽഫ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫയുടെ ആൻസർ കിട്ടും. എത്രയാണ്? 30. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണ്. ആണല്ലോ. ഇനി ഡയറക്റ്റ് എന്താണ്? നമ്മുടെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. R is equal to root of p square plus q square plus 2pq cos alpha. അതിനകത്ത് എന്താണ്? വർക്ക്ഔട്ട് ചെയ്യാൻ സമയം അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതിനകത്ത് അടച്ചു കൊടുത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. റൂട്ട് ഓഫ് p എന്ന് പറയുന്നത് 25 ആണ്, പ്ലസ് 10, q 10 ആണ്, പ്ലസ് 2 into 25 into 10 into cos 30 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടും. 34.02 ന്യൂട്ടൺ കിട്ടും. ചെയ്ത് നോക്കണം കേട്ടോ. ആൻസർ കാൽക്കുലേറ്ററിനകത്ത് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ ബ്രാക്കറ്റോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ആൻസർ മാറ്റുമായിരിക്കും. ഈ ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറയണം, ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. കേട്ടോ? ക്ലിയർ അല്ലേ ഇത്? അടുത്തിനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? അടുത്തെന്താ? നമുക്ക് റിസൾട്ടന്റ് കിട്ടി അല്ലെ? നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്തായിരുന്നു? റിസൾട്ടന്റ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ഇനി എന്താ കണ്ടുപിടിക്കണം? ഈ റിസൾട്ടന്റ് നിൽക്കുന്ന ആംഗിൾ എത്രയാണ്, അതിന്റെ ഡയറക്ഷൻ, റിസൾട്ടന്റെ ഡയറക്ഷൻ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ കണ്ടോ
ഫിഗറിനകത്ത് വരച്ചിട്ടുണ്ട്, കാണത്തില്ലേ? ഈ പിയും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ആ തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം എത്ര ആണെന്നുള്ളത്. തീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഡയറക്ഷൻ ആണോ ക്വസ്റ്റ്യനിൽ ചോദിക്കുക? ഡയറക്ഷൻ, അതായത് നമ്മുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത് പി എന്ന് പറയുന്ന ഫോഴ്സും റിസൾട്ടന്റ് തിരിച്ചും കണ്ടുപിടിക്കാം, പ്രശ്നമൊന്നുമില്ല. പി എന്ന് പറയുന്ന ഫോഴ്സും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അതിന്റെ ഡയറക്ഷൻ, അതായത് പിന്ന് എത്ര ആംഗിൾ മാറിയാണ് ഈ റിസൾട്ടന്റ് നിൽക്കുന്നത്. ക്ലിയർ ആണോ? ഈ ആൽഫ ഇസ് ഈക്വൽ ടു 45 മൈനസ് 15 വന്നില്ലേ? ഈ 45 എന്ന് പറയുന്നത് തീറ്റയും മറ്റേ 45 എന്ന് പറയുന്നത് തീറ്റയല്ല. 45 എന്ന് പറയുന്നത് തന്നിട്ടുണ്ടല്ലോ, ഹൊറിസോണ്ടലും ക്യൂ എന്ന് പറയുന്ന ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ആണ് 45 ഡിഗ്രി. ഈ 15 അപ്പം 50 എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും പി എന്ന് പറയുന്ന ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ആണ് 15. ഓക്കെ. ക്വസ്റ്റ്യനകത്ത് ഒന്നുകൂടെ വായിക്കണോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ആൽഫ ഇസ് ഈക്വൽ ടു 45 മൈനസ് 15 വന്ന എങ്ങനെയാന്ന് ചോദിച്ചത്. ഹൈയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ അല്ലേ നമ്മൾ ചെയ്യുക? അതല്ല മാം, ഫസ്റ്റത്തെ എക്സാമ്പിളില് മറ്റേ ഫിഗർ വേറെ ഇരുന്നില്ലേ, ഇതിലിപ്പോ ഹൊറിസോണ്ടൽ ലൈന് എക്സ്ട്രാ വന്നില്ല, അതാണ് ഡൗട്ട് ആയത് തോന്നുന്നു. നേരത്തെ ഒരു 5 ഈക്വൽ ടു ആൽഫ മൈനസ് തീറ്റ എന്ന് ഒരു ഇക്വേഷൻ പറഞ്ഞില്ലായിരുന്നോ? ആൽഫ മൈനസ് തീറ്റ. ഞാൻ വിചാരിച്ചു ഈ ആൽഫ എന്ന് പറയുന്നത് ചിലപ്പോ ഈ തീറ്റ അങ്ങ് അപ്പുറത്ത് പോയി പ്ലസ് ആവുമായിരിക്കും എന്ന് വിചാരിച്ചു. ആൽഫ ഇസ് ഈക്വൽ ടു തീറ്റ. നിങ്ങൾ ഫിഗർ വെച്ച് നോക്കിയാൽ മതി, ഫിഗർ വെച്ച് നോക്കി മനസ്സിലാക്കിയാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന ഗിവൻ ഡേറ്റാസ് വെച്ചുകൊണ്ട് നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ആണ് ആൽഫ, അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൽഫ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയേ. 45 മൈനസ് 15. ക്ലിയർ ആവുന്നുണ്ടോ? പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്, അല്ലേ? മുമ്പത്തെ ഫിഗറിനകത്തും അങ്ങനെ തന്നെയായിരുന്നല്ലോ. പി എന്ന് പറയുന്ന ഫോഴ്സും ക്യൂ എന്ന് പറയുന്ന ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ അല്ലേ നമ്മൾ ആൽഫ എന്ന് പറഞ്ഞത്, അല്ലേ? ആണല്ലോ. വേണ്ടേ? മനസ്സിലായോ? മനസ്സിലായി. അതിനകത്തുനിന്ന് ഈ ഫിഗറിനകത്തുനിന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഫിഗറിനകത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് ആൽഫ കണ്ടുപിടിക്കുന്നത് നോക്കുക. ഇവിടെ ആൽഫ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 4-50 ചെയ്ത ആൽഫയുടെ ആംഗിൾ നമുക്ക് കിട്ടത്തില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? തീറ്റ കണ്ടുപിടിക്കാൻ, അല്ലേ? തീറ്റ എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന ഫോഴ്സും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ, അല്ലേ? ആണല്ലോ. നമ്മുടെ ഫിഗർ, നേരത്തെ ഫിഗർ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഇവിടെ അങ്ങനല്ലേ? പി എന്ന് പറയുന്ന ഫോഴ്സും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ അല്ലേ തീറ്റ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് എന്തായിരുന്നു? ഡയറക്ഷൻ കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു, അല്ലേ? തീറ്റ കണ്ടുപിടിക്കാന്നുള്ളതാ. അപ്പം എങ്ങനെ തീറ്റ കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? tan തീറ്റ ഈക്വൽ ടു q sin ആൽഫ ബൈ p പ്ലസ് q cos ആൽഫ. ഇതിനകത്ത് എല്ലാം അറിയാം. q അല്ലെങ്കിൽ tan തീറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും 0.1480 കിട്ടും. then എന്ത് ചെയ്യുക? തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ആംഗിൾ കിട്ടും. ഓക്കെ ആണോ ക്വസ്റ്റ്യൻ? ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഒന്നും കൂടെ പറയണോ? പറയണ്ടേ? ഓക്കെ, ക്ലിയർ ആണ്. ഒന്നുമില്ല, നിങ്ങൾക്ക് ഫോഴ്സസ് തരും. ദെൻ നമുക്ക് തന്ന ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യമേ എഴുതുക. ദെൻ എന്ത് ചെയ്യുക? ഫിഗർ നിങ്ങൾ വരയ്ക്കുക. ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫിഗർ വരയ്ക്കാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ ഓരോ ഡേറ്റാസ്, ഓരോ എന്താണ് ആംഗിൾസ് പഠിച്ചു വെക്കാൻ പറഞ്ഞേ. പിയും ആറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ദെൻ രണ്ട് ഫോഴ്സസ് പിയും ക്യൂവും തമ്മിലുള്ളതാണ് ആൽഫ.
ഇത് പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അടുത്ത് എത്രയാണ് കിട്ടേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ അല്ലേ? മോസ്റ്റ്ലി ഈ റിസൾട്ടന്റ് ചോദിച്ചിട്ടുള്ളൂ, ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ റിസൾട്ടന്റ് ആണ്. ഇക്വേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. √(p² + q² + 2pq cos alpha. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. ഓക്കെ, ദെൻ ഇവിടെ എടുത്ത് എഴുതി വെച്ചേക്കുവാണ് കേട്ടോ. അടുത്തത് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ഡയറക്ഷൻ, ഇൻക്ലിനേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. ആറിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളത് കണ്ടുപിടിച്ച് വെച്ചേക്കോ. നിങ്ങൾ ആൻസർ എടുത്തങ്ങ് എഴുതിയാൽ മതി. ഇത് മനസ്സിലായോ എന്താണെന്ന്? നമ്മൾ തീറ്റ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. തീറ്റ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ലൈനും ഇത് 6p ആയിരുന്നല്ലോ. പി നമ്മളിപ്പം കണ്ടുപിടിച്ച എന്താണ്? പിയും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ തീറ്റ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്തോ വേണം? ഹൊറിസോണ്ടലും ആറും തമ്മിലുള്ള ആംഗിൾ ആണ് ഈ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. ഒന്ന് പറഞ്ഞ് മനസ്സിലായോ? നമ്മളിപ്പോ കണ്ടുപിടിച്ചത് പിയും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ തീറ്റ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഹൊറിസോണ്ടൽ ആക്സിസ് റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഹൊറിസോണ്ടലിന്ന് എത്ര ആംഗിൾ മാറിയാണ് ഈ റിസൾട്ടന്റ് നിൽക്കുന്നതെന്ന്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അത് എന്ത് ചെയ്യാ? അത് ആഡ് ചെയ്താൽ മതി. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്ന 15 കൂടെ ഇപ്പൊ കണ്ടുപിടിച്ച തീറ്റ ആഡ് ചെയ്യാം. ഈ കണ്ടുപിടിച്ച തീറ്റയും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ഇത് എത്രയാണ്, ഈ പിയും ഹൊറിസോണ്ടൽ തമ്മിൽ 50 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദെൻ അഗൈൻ നമ്മൾ ഈ തീറ്റയും കൂടെ കണ്ടുപിടിച്ചു. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹൊറിസോണ്ടലിന്ന് എത്ര ആംഗിൾ മാറിയാണ് ഈ റിസൾട്ടന്റ് നിൽക്കുന്നത്. ഇതാണ് ഡയറക്ഷൻ ഓഫ് ആർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസൾട്ടന്റ് ആറ് കണ്ടുപിടിക്കുക. ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ √(p² + q² + 2pq cos alpha യൂസ് ചെയ്ത് ആറ് കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് അടുത്തത് എന്ത് കണ്ടുപിടിക്കണം? ഹൊറിസോണ്ടലും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തീറ്റ വേണം. അതിനാണ് നമ്മൾ തീറ്റ കണ്ടുപിടിച്ചത്. ദെൻ ഓൾറെഡി നമുക്ക് അറിയാം എന്ത്? പിയും ഹൊറിസോണ്ടലും മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് അറിയാം. ദെൻ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ഷൻ ഓഫ് ആർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം, നിങ്ങൾ തന്നെ ചെയ്തിട്ട് ആൻസർ പറയണം. ഓക്കെ, ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആറ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്താണ് പറയുന്നത്? 2 forces of 100 Newton and 150 Newton. രണ്ട് ഫോഴ്സസ് ഉണ്ട്. നമുക്ക് അതിനെ പി ക്യൂ എന്ന് നമ്മൾ ആ പേര് നമുക്ക് പി ആൻഡ് ക്യൂ എന്ന് തന്നെ പേര് വിളിക്കാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും നമുക്ക് പേര് വിളിക്കാം. അപ്പൊ ഫസ്റ്റ് പി എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ 100 എടുക്കുക. ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് 150 Newton ആണെന്ന് എടുക്കുക. ദെൻ എന്താണ്? അത് ഒരു പോയിന്റിലേറ്റാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ എന്താണ്? ഇതിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്. എന്താണ് ആംഗിൾ ആണ് തന്നേക്കുന്നത്? ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 45 ഡിഗ്രി. അത് രണ്ടും തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് 45 ഡിഗ്രി തന്നേക്കുന്നത്. അതായത് പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആൽഫ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് പി, ഇത് ക്യൂ ആണ്. പി നമുക്ക് 100 തന്നിട്ടുണ്ട്, ക്യൂ 150 തന്നിട്ടുണ്ട്. ദെൻ ഇത് രണ്ടും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ, ദാറ്റ് ഈസ് 45 ഡിഗ്രി. ഇങ്ങനെയാണെങ്കിൽ കണ്ടുപിടിച്ചൂടെ ആർ എത്രയാണെന്നുള്ളത്? ഡയറക്റ്റ് ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ഇപ്പം പാരലോഗ്രാം ലോ വെച്ചുകൊണ്ട് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ചെയ്യാൻ അറിയാമല്ലോ. അറിയത്തില്ലേ? ഇനി
ഇതിന്റെ ആൻസർ ഇതാണ് കേട്ടോ, 232 ന്യൂട്ടൺ. ഇത് ഞാൻ ഇവിടെ F1 F2 എന്ന് അറിയാതെ ഇട്ട് പോയത് കേട്ടോ. P and Q കേട്ടോ. P യും Q യും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ 45 ഡിഗ്രി കേട്ടോ. അടുത്ത ലോ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഇതിനകത്ത് എനിക്ക് ലോസ് ആയിട്ടൊക്കെ പഠിച്ചാൽ മതി, വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞാല് the principle of transmissibility state that the point of application of a force can be transmitted along its line of action without changing the effect of the force on any rigid body to which is applied. Okay, ഞാൻ നമുക്ക് പ്രാക്ടിക്കലി ഫിഗർ വെച്ച് നോക്കാം എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കും, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പം ഒരു റിജിഡ് ബോഡി, ഓക്കെ, ഒരു റിജിഡ് ബോഡി ഉണ്ട്. അപ്പൊ ഈ ബോഡിയിലേക്ക് നമ്മൾ ഒരു ഫോഴ്സിനെ കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ഫോഴ്സിനെ കൊടുക്കുന്നു. ആ ഫോഴ്സ് പോകുന്ന ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫോഴ്സ് പോകുന്ന ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു റിജിഡ് ബോഡി, ആ ബോഡിയിലേക്ക് നമ്മൾ എന്തിനെ കൊടുക്കുന്നു? ഒരു ഫോഴ്സിനെ കൊടുക്കുന്നു. ആ ഫോഴ്സ് പോകുന്ന ആ ലൈനെ നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ആണ് പറയപ്പെടുക. ഓക്കെ, ഇനി ഈ റിജിഡ് ബോഡിക്കകത്ത് തന്നെ നമ്മൾ പല ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ ഒരു ഫോഴ്സിനെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കാം? ഒരു ഫോഴ്സസിനെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഒരു റിജിഡ് ബോഡിക്കകത്ത് നമ്മൾ ഡിഫറെന്റ് പൊസിഷനിൽ നിന്നും ഓരോ ഫോഴ്സിനെ നമ്മൾ കൊടുക്കുകയാണ്. എവിടെ? ആ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ നമ്മൾ കൊടുക്കുവാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ആ ബോഡിക്ക് ഒരു ചേഞ്ചും നമ്മൾ സംഭവിക്കുന്നില്ല. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. The principle of transmissibility states that the point of application of a force can be transmitted along its line of action without changing the effect of the force on rigid body to which is applied. അപ്പോൾ ഒരു റിജിഡ് ബോഡിയിലേക്ക് നമ്മൾ ഒരു ഫോഴ്സിനെ കൊടുക്കുന്നു. ആ ഫോഴ്സ് പോകുന്ന ആ ലൈനെ നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ആണെന്ന് പറയുന്നത്. ആ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ നമ്മൾ പല ഫോഴ്സിനെ കൊടുത്താലും ആ ഒരു റിജിഡ് ബോഡിക്ക് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പല ഫോഴ്സ് എന്ന് പറഞ്ഞില്ല മിസ്? പല ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സെക്കൻഡ് ഫിഗർ നോക്കിയാൽ മതി. ഈ റിജിഡ് ബോഡിക്കകത്ത് തന്നെ, റിജിഡ് ബോഡിയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ റിജിഡ് ബോഡിക്കകത്ത് നിന്ന് ഒരു ഫോഴ്സിനെ നമ്മൾ കൊടുക്കുന്നു. ആ ലൈനിൽ തന്നെ, ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് ഫോഴ്സിനെ കൊടുക്കുകയാണ്. മുകളിൽ നിന്ന് താഴോട്ട് ഒരു ഫോഴ്സിനെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, താഴേന്ന് കൊടുക്കുന്നുണ്ട്, മുകളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഫോഴ്സിനെ നമ്മൾ ഈ ഒരു ബോഡിക്കകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ആ ബോഡിക്ക് ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ വലിയൊരു പാറക്കല്ല് നമ്മൾ എടുക്കുക. ആ പാറക്കല്ലിന് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തു. ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു. അതിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അത് അവിടെ തന്നെ നിൽക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോട്ടെ. ചിലപ്പോ നിങ്ങൾ ഡെഫിനേഷൻ ഒക്കെ ചോദിച്ചിട്ട് ഇത് എന്താണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത ആണ് ഇക്വിലിബ്രിയം ലോസ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ലോസ് എന്ന് പറഞ്ഞാല് equilibrium of a body is the condition in which the resultant of all the forces and moment acting on the body is zero. Okay, എന്താണ് പറയുന്നത് അവിടെ? ഇതിൽ മനസ്സിലായോ? ഇക്വിലിബ്രിയം ഓഫ് ബോഡി എന്ന് പറഞ്ഞാല് ഒരു കണ്ടീഷനാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ബോഡിയിലേക്ക് നമ്മൾ എന്താണ് ഫോഴ്സസിനെ കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ടന്റും അതിന്റെ മൊമെന്റും എന്ന് പറയുന്നത് സീറോ ആകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു ബോഡിയിൽ നമ്മൾ എന്ത് കൊടുക്കുക? ഒരു ഫോഴ്സിനെ കൊടുക്കുകയാണ്. ആ ഫോഴ്സിനെ കൊടുക്കുന്ന സമയത്ത് ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന റിസൾട്ടന്റും
മൊമെന്റിൻ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഇക്വിലിബ്രിയം എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മൊമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മീൻസ് മൂവ്മെന്റ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന എന്താണ് ഒരു മൂവ്മെന്റ്, അതിന്റെ ഡയറക്ഷൻസോ ചേഞ്ചസോ ഒക്കെ ഉണ്ടാകുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു റിസൾട്ടന്റ്. മൂവ്മെന്റ് ഒക്കെ എന്താണെന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത മൊഡ്യൂൾസിലൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനൊരു റിസൾട്ടന്റ് ഫോം ചെയ്യത്തില്ലേ? ആ റിസൾട്ടന്റ് എന്ന് പറയുന്നത് പലതായിരിക്കാം. ചിലപ്പോ ഒരു മൂവ്മെന്റ് ആയിരിക്കാം, ചിലപ്പോ ഒരു ഫോഴ്സ്. ഇതിപ്പോ ഒരു ബോഡി അതിനകത്തൊരു നമ്മളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമുക്കിതിനെ ഏതൊരു ഡയറക്ഷനിൽ വേണമെങ്കിലും ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അവിടെ ഒരു മൂവ്മെന്റ് സംഭവിക്കും. അല്ലെങ്കിൽ ഫോഴ്സ് മൂവ്മെന്റ്, ഇപ്പൊ എന്താണ് ഒരു ബീമിനകത്തൊക്കെ ഒരു മൂവ്മെന്റ് ആക്ട് ചെയ്യുക എന്നൊക്കെ എല്ലാരും കൂടെ ഉള്ളത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരിക്കും. മൂവ്മെന്റ് അത് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാകും. ഓക്കെ, ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഒക്കെ ഫോം ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ഉണ്ടാകും. മനസ്സിലായോ? അത്രയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഇത്രയും ഓർത്താൽ മതി. നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ടും അതിന് തിരിച്ചു ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയുക. മാം പറഞ്ഞത് ബെൻഡിങ് മൊമെന്റ് ആണ് മറ്റേ ബീമിന്റെ കേസിൽ പറഞ്ഞത്. ബെൻഡിങ് മൊമെന്റ് അത്രയൊന്നും നോക്കണ്ട. ബെൻഡിങ് മൊമെന്റ് ഉണ്ട്. അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന് ഒരു ഫോഴ്സ് കൊടുത്ത കാരണം അതിനൊരു റിസൾട്ടന്റ് സംഭവിച്ചിട്ടില്ല. അതായത് ഒരു മുമ്പ് പറഞ്ഞ ഒരു കല്ലിന് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, നമ്മൾ തള്ളിയെന്ന് വിചാരിച്ചു. ആ തള്ളുന്ന സമയത്ത് അത് കാരണം ആ ഒരു ഫോഴ്സ് കാരണം അത് പ്രത്യേകിച്ച് റിസൾട്ടന്റ് ഒന്നും അവിടെ ഉണ്ടായില്ല. ഓക്കെ, അതിനെ നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നാണ് പറയുക. അത്രയൊന്നും അറിഞ്ഞു വെച്ചേക്കാം ബേസിക് ആയിട്ട്, പിന്നീട് പഠിക്കും എന്താണെന്നുള്ളതൊക്കെ. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത്, ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? 0 ആകുന്നതിനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഫോർ എ ടു ഫോഴ്സ് ബോഡി ടു ബി ഇൻ ഇക്വിലിബ്രിയം the force must be equal in magnitude, opposite and direction and must be collinear. അതായത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യാം. അത് ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടില്ലേ? അപ്പൊ ഈ ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? കാണുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുന്നത്? ഫോർ എ ടു ഫോഴ്സ് ബോഡി ടു ബി ഇൻ ഇക്വിലിബ്രിയം, രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ബോഡി ഇക്വിലിബ്രിയം ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ എന്താണ്? ദ ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഫോഴ്സും എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ബോഡിയും ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. അത് ഈക്വൽ ആകണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഇൻ കൊളിനിയർ. കൊളിനിയർ എന്ന് പറഞ്ഞാല് മുമ്പ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷന്റെ കാര്യം പറഞ്ഞില്ലേ? ആ സെയിം കൊളിനിയർ എന്ന് പറഞ്ഞാല് ഇഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എ ഫോഴ്സ് ആർ സെയിം. ഓക്കെ, ഒരു സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് ഈ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് കൊളിനിയർ എന്ന്. ഓക്കെ, ഇങ്ങനെ കൊളിനിയർ ആയിട്ടുള്ള രണ്ട് ഫോഴ്സ് ഉള്ള ബോഡിയിൽ ഇക്വിലിബ്രിയം ആകണമെങ്കിൽ എന്താണ് പറയുന്നത്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം ആയിരിക്കണം ആൻഡ് മസ്റ്റ് ബി ഇൻ കൊളിനിയർ ആയിരിക്കണം. രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് സെയിം ലൈനിൽ കൂടെ തന്നെ ആണ് എങ്കിൽ ആ ഒരു രണ്ട് ഫോഴ്സ് ഉള്ള ബോഡി ഇക്വിലിബ്രിയം ആയിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൊളിനിയർ എന്താണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കാം. കൊളിനിയർ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആർ സെയിം. ഓക്കെ, ഫോഴ്സ് ക്യാൻ ബി ഇൻ സെയിം ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനോ ഓപ്പോസിറ്റ് ഡയറക്ഷനോ, ഇപ്പം ഇങ്ങനെ ഒരു ബോഡി ആക്ട് ചെയ്യുവാണെങ്കിൽ സെയിം ഡയറക്ഷനിൽ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഫോഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റും ഇല്ലേ? അപ്പം ഈ ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനോ ഓപ്പോസിറ്റ് ഡയറക്ഷനോ ആകാം. പക്ഷെ ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കണം. മനസ്സിലായോ?
ഓക്കെ മാം. പിന്നെ ഈ മാഗ്നിറ്റ്യൂഡ് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂവിനാണ് പറയുന്നത്. അതെ അതെ, നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്, അതിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. ഫോഴ്സ് P is equal to Q is equal to ഒരു വാല്യൂ നമ്മൾ പറഞ്ഞില്ലേ 10, 25 അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അതിനെ നമ്മൾ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാന്ന് ചോദിച്ചാൽ അത് എത്രയാണ്, അതിന്റെ വാല്യൂ ആണ് ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ കൊളിനിയർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കൊളിനിയർ എന്ന് പറഞ്ഞാൽ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കൊളിനിയർ എന്ന് പറയുന്നത്. ആ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ഡയറക്ഷൻ ഓർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകാം. ഓക്കെ, ഇത് 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ബോഡിയുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി 2 or 3 ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? 3 ഫോഴ്സ് ബോഡി ആണെങ്കിൽ ഫോർ എ 3 ഫോഴ്സ് ബോഡി ടു ബി ഇൻ ഇക്വിലിബ്രിയം, അതായത് 3 ഫോഴ്സ് ഉള്ള ഒരു ബോഡിയിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യുവാണ്, അത് ഇക്വിലിബ്രിയം ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ എന്തായിരിക്കണം? ദ ഫോഴ്സ് മസ്റ്റ് ബി ഇൻ കൺകറന്റ് ഫോഴ്സ് ആയിരിക്കണം. ഓക്കെ, അതെന്തായിരിക്കണം? കൺകറന്റ് ഫോഴ്സ് ആയിരിക്കണം. 2 ബോഡിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അത് കൊളിനിയർ ആണെങ്കിൽ അത് നമുക്ക് ഇക്വിലിബ്രിയം ആണെന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. 3 ഫോഴ്സ് ബോഡി ആണെങ്കിൽ എന്തായിരിക്കണം? അത് കൺകറന്റ് ഫോഴ്സ് ആണെങ്കിൽ ആ ഒരു ബോഡി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഇനി കൺകറന്റ് ഫോഴ്സ് എന്താന്ന് വെച്ചാൽ ഇഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് മീറ്റ് എ പോയിന്റ്, അതായത് ഒരു റിജിഡ് ബോഡി എടുക്കുവാണെങ്കിൽ ഒരു ജോയിന്റ്, അതായത് 3 ഫോഴ്സസ് ഉണ്ട്. ഓക്കെ, F1, F2 ആൻഡ് F3. അപ്പൊ ഈ 3 ഫോഴ്സസും മീറ്റ് ചെയ്യുന്നത് എവിടെ ആയിരിക്കണം? ഒരു പോയിന്റിൽ കൂടി ആയിരിക്കണം. അതിനെ നമ്മൾ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ട്രൈപോഡ് ഒക്കെ ഇല്ലേ, 3 ലെഗ് ഇല്ലേ, ട്രൈപോഡ് മീറ്റ് ചെയ്യുന്ന ഒരു ജോയിന്റിലല്ലേ, ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 3 ഫോഴ്സ് ബോഡി എന്ന് പറഞ്ഞാല് ഇപ്പൊ 3 ഫോഴ്സ് ഉള്ള ഒരു ബോഡി ഇക്വിലിബ്രിയം ആകണമെങ്കിൽ ആ ഫോഴ്സ് മസ്റ്റ് ബി കൺകറന്റ് ഫോഴ്സ് ആയിരിക്കണം. കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് ഈ 3 ഫോഴ്സും ജോയിൻ ചെയ്യുന്നത് അത് മീറ്റ് ചെയ്യുന്നത് ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കണം, സെയിം പോയിന്റിൽ കൂടെ ആയിരിക്കണം ഈ 3 ഫോഴ്സും മീറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുക. ക്ലിയർ ആണോ? കൊളിനിയർ ഫോഴ്സിന് വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ വടംവലി ഒക്കെ ഇല്ലേ, വടംവലിക്ക് പറയാം. ഒരു വടമുണ്ട്, സെയിം ലൈൻ ഓഫ് ആക്ഷൻ അല്ലേ ഇത്. ആ ഒരു വടത്തിനകത്ത് തന്നെയല്ലേ നമ്മൾ 2 സൈഡിലേക്ക് വലിക്കുന്നത്, 2 ഫോഴ്സ് 2 സൈഡിലേക്കല്ലേ പോവാ. അതിന് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ഒക്കെ പറയാം. അപ്പൊ മനസ്സിലായോ കൊളിനിയർ ഫോഴ്സ് എന്താണ്, കൺകറന്റ് ഫോഴ്സ് എന്താണെന്ന്? ഇനി നോൺ കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും നോൺ കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? സെയിം പോയിന്റിൽ കൂടെ പാസ് ചെയ്യും. സെയിം പോയിന്റിൽ കൂടെ പോകുന്നതല്ലേ കൺകറന്റ് എന്ന് പറഞ്ഞാല്. നോൺ കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം പോയിന്റിൽ കൂടെ ആയിരിക്കില്ല. ഇഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഡസ് നോട്ട് മീറ്റ് എ പോയിന്റ്. മനസ്സിലായോ? കൺകറന്റ് എന്ന് പറഞ്ഞാലാണ് ഈ കണ്ടോ, ഈ ഒരു ജോയിന്റിനകത്തൂടെ, ഈ O എന്ന് പറയുന്ന ഒരു ജോയിന്റിൽ നിന്നാണ് 3 ഫോഴ്സസും പാസ് ആവുന്നത്. നോൺ കൺകറന്റ് എന്ന് പറഞ്ഞാല് സെയിം ജോയിന്റ് ആയിരിക്കില്ല, O എന്ന് പറഞ്ഞ ഒറിജിനിൽ കൂടെ ആയിരിക്കില്ല ഈ 3 ഫോഴ്സും പോകുന്നത്, പല പോയിന്റിൽ കൂടെ ആയിരിക്കും ഈ ഫോഴ്സസ് പാസ് ആകുന്നത്. അതാണ് നോൺ കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത തിയറമാണ് ലാമിസ് തിയറം. ലാമിസ് തിയറം എന്താന്ന് പറഞ്ഞു വെച്ചേക്കാം. ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസിനകത്ത് ലാമിസ് തിയറിന്റെ പ്രോബ്ലം ഒന്നും അങ്ങനെ ചോദിക്കത്തില്ല. ബിക്കോസ് ഇത് കുറച്ച് വലിയ പ്രോബ്ലംസ് ആണ് ലാമിസ് തിയറിന്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഭയങ്കര കുറവായിരിക്കും. പക്ഷെ തിയറം എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ലാമിസ് തിയറം എന്ന് പറയുന്നത് വെച്ചാൽ, ലാമിസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് ഇഫ് 3 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ ഇൻ ഇക്വിലിബ്രിയം, then each force is proportional to the sine of the angle between the other 2 forces. Okay, ഫിഗർ ഒന്ന് നോക്കിയേ. ഇതിനകത്ത് എന്താണ്? 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ?
F1, F2, F3 മൂന്ന് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ലാമീസ് തിയറം പറയുന്നത് എന്താന്ന് വെച്ചാല് ഇത് 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് ഇൻ ഇക്വിലിബ്രിയം ആണ് എങ്കിൽ എന്താണ് ഒരു ഫോഴ്സ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് അതർ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചേ F1, അതായത് ഈ F2ഉം F3യും തമ്മിലുള്ള ആംഗിളിനെ നമുക്ക് ആൽഫ എന്ന് വിളിക്കാം. ഓക്കെ, F1 F തമ്മിലുള്ള ആംഗിളിനെ നമുക്ക് ബീറ്റ എന്ന് വിളിക്കാം. F1ഉം F2ഉം തമ്മിലുള്ള ആംഗിളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗാമ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? ഒരു ഫോഴ്സ് എടുക്കാം. F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് എടുത്തു. അപ്പൊ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ. അതായത് F1 എന്ന് പറയുന്ന ഫോഴ്സ് അത് എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന് പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഗാമ. അല്ലെങ്കിൽ ഓർത്ത് വെച്ചേക്കാം, F1 എടുത്തു, അതിന്റെ അടുത്ത രണ്ട് ആംഗിൾ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F2ഉം F3യും. F2ഉം F3യും മേക്ക് ചെയ്യുന്ന ആംഗിളിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും F1 എന്ന് പറയുന്നത്. അത്രയും കോംപ്ലിക്കേറ്റ് ആയിട്ട് നോക്കണം, നിങ്ങൾ എങ്ങനെയാണ് നോക്കി വെച്ചാൽ മതി. ഇത്രയും നോക്കിയാൽ മതി. F1 എടുക്കുവാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന എന്താണ്? ആൽഫ. അപ്പൊ എന്താണ്? F1 എന്ന് പറയുന്ന ഫോഴ്സ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ. F1ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആൽഫ. ഓക്കെ, അപ്പൊ F1 ബൈ എന്ത്? സൈൻ ആൽഫ. അപ്പൊ ഒരു ഫോഴ്സ് എടുക്കുവാണെങ്കിൽ ആ ഒരു ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ, സൈൻ ഓഫ് ദാറ്റ് ആംഗിളിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പം F1 എടുക്കുവാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്? ആൽഫ. അപ്പൊ F1 ബൈ സൈൻ ഓഫ് ആൽഫ. F2 എടുക്കുവാണെങ്കിൽ നോക്കിയേ, F2 എടുക്കുവാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ബീറ്റ അല്ലെ? F2 ബൈ സൈൻ ഓഫ് ബീറ്റ. F3 എടുക്കുവാണെങ്കിലോ, F3യുടെ ഫോഴ്സ് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ഗാമ. അപ്പൊ F3 ബൈ സൈൻ ഓഫ് ഗാമ. ക്ലിയർ ആണോ? ഇതാണ് ലാമീസ് തിയറം എന്ന് പറയുന്നത്. Lamy's theorem states that if 3 forces acting at a point are in equilibrium, മൂന്ന് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന മൂന്ന് ഫോഴ്സസ് ഇക്വിലിബ്രിയം ആകണമെങ്കിൽ എന്താണ്? ഈച്ച് ഫോഴ്സ്, ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈൻ ഓഫ് ആംഗിളിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ലാമീസ് തിയറം പറയുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത തിയറമാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറഞ്ഞാല് it states that if a number of forces simultaneously acting on a body, then each one of the force will produce the same effect when this force acting alone in the body. അതായത് പറഞ്ഞുതരാം. ഇപ്പൊ എന്താണ്? ഇപ്പൊ നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്തു. ഈ ഒരു ബോഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലോഡ് ആക്ട് ചെയ്തു. അതിനെ നമ്മൾ W1 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഒരു ബോഡിയിൽ എന്ത് കൊടുത്തു? ഒരു ലോഡ് കൊടുത്തു. ഒരു ലോഡ് കൊടുത്തപ്പം എന്ത് സംഭവിച്ചു? അവിടെ റിയാക്ഷൻസ് ഫോം ചെയ്തു. ഓക്കെ, ഇത് A എന്ന് പറയുന്ന ഒരു പോയിന്റ്, B എന്ന് പറയുന്ന പോയിന്റ്, റിയാക്ഷൻ സംഭവിച്ചു. അപ്പൊ A എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന റിയാക്ഷനെ നമ്മൾ RA1 എന്ന് വിളിക്കാം. ഓക്കെ, W1 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്തു. അപ്പൊ W1 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്ത സമയത്ത് ആ രണ്ട് ജോയിന്റ്സിലും, ആ രണ്ട് സപ്പോർട്ട്സിലും എന്തുണ്ടായി? റിയാക്ഷൻസ് ഫോം ചെയ്തു. ആ A എന്ന് പറയുന്ന ജോയിന്റിൽ ഉണ്ടാകുന്ന റിയാക്ഷനെ RA1 എന്ന് വിളിക്കാം. ദെൻ ബിയിൽ ഉണ്ടാകുന്നതിനെ RB1 എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, ഇനി ഈ സെയിം ബോഡിയിൽ തന്നെ AB എന്ന് പറയുന്ന ഈ സെയിം ബോഡിയിൽ തന്നെ W2 എന്ന് പറയുന്ന ഒരു ലോഡും കൂടെ ആക്ട് ആയി. ഓക്കെ, W2 എന്ന് പറയുന്ന ലോഡ് ആക്ട് ആയി. അങ്ങനെയാണെങ്കിൽ Aയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കും? നോക്കാതെ പറ. Aയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ത് വിളിക്കും? RA2. ഓക്കെ, ബിയിൽ ഉണ്ടാകുന്ന റിയാക്ഷനെ RB2 എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിനെയും കൂടെ നമ്മൾ സം എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വേണ്ടേ? W1 W2 സെയിം അല്ലെ? AB എന്ന് പറയുന്ന ഒരു ബോഡിയിൽ രണ്ട്
ലോഡ് ആക്ട് ചെയ്തു, W1 ഉം W2 ആക്ട് ചെയ്തു. അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? RAയും RBയും ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ഒരു ബോഡിയിൽ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് എ നമ്പർ ഓഫ് ഫോഴ്സ് simultaneously acting on a body, then each one of the force will produce the same effect. അതായത് ഒരു ബോഡിയിൽ സൈമൾട്ടേനിയസ്, അതായത് സെയിം ടൈമിൽ തന്നെ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സമയത്ത് അത് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറയുന്നത്? സെയിം ആയിരിക്കും എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്ത് പറയാം നമുക്ക്? ഈ സൂപ്പർ പൊസിഷൻ, അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ R എന്ന് പറയുന്ന റിയാക്ഷൻ എത്രയാണ്, RB എന്ന് പറയുന്ന റിയാക്ഷൻ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ RAയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് ഫിഗറിലും, അതായത് W1 എന്ന് പറയുന്ന ലോഡ് കാരണം RAയിൽ ഉണ്ടായ റിയാക്ഷനും W2 എന്ന് പറയുന്ന ലോഡ് കാരണം സെക്കൻഡ് RA2 എന്ന് പറയുന്ന റിയാക്ഷന്റെ സം ആയിരിക്കും എന്ത്? RA. ക്ലിയർ ആണോ? രണ്ട് നമ്പർ ഓഫ് ലോഡ് ആക്ട് ചെയ്തു, ആ നമ്പർ ഓഫ് ലോഡിൻ ആക്ട് ചെയ്താലും സെയിം ടൈമിൽ തന്നെ നമ്പർ ഓഫ് ലോഡ്സ് ആക്ട് ചെയ്താലും അതിലുണ്ടാകുന്ന ആ ഒരു റിസൾട്ടന്റ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉണ്ടാകുന്ന എഫക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഇസ് ദ സം ഓഫ് ദിസ് റിയാക്ഷൻസ്. W1 എന്ന് പറയുന്ന ലോഡ് കാരണം ഉണ്ടായ റിയാക്ഷന്റെ സം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ W2 എന്ന് പറയുന്ന ലോഡ് കാരണം ഉണ്ടായ റിയാക്ഷന്റെ സം ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ടോട്ടൽ റിയാക്ഷൻ ആയിട്ട് A എന്നുള്ളത് നമുക്ക് കിട്ടുക. ക്ലിയർ ആണോ? അവിടെ ഒരു റെഡ് കളറിൽ പ്ലസ് ഇട്ടിട്ടില്ലേ? അത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് പറഞ്ഞാൽ ഞാന് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് W1 എന്ന് പറയുന്ന ലോഡ് കാരണം വരച്ചേക്കുന്ന ഫിഗറാണ്. ക്ലിയർ ആണോ? സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് W2 ലോഡ് കാരണം വരച്ചേക്കുന്ന ഫിഗറാണ് രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് വരച്ചേക്കുന്നത്. ഒരു ബോഡിയിൽ തന്നെ സെയിം ബോഡി AB എന്ന് പറയുന്ന സെയിം ബോഡിയിൽ തന്നെയാണ് ഈ W1 എന്ന് പറഞ്ഞതും W2 എന്ന് പറഞ്ഞ ലോഡും ആക്ട് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇത് സെയിം, അതായത് സെയിം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ്, നമ്മുടെ ഡെഫിനിഷനകത്ത് അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? നമ്പർ ഓഫ് ഫോഴ്സസ് സൈമൾട്ടേനിയസ്ലി സെയിം ടൈമിൽ തന്നെ നമ്പർ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്താലും ആ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം എഫക്ട് തന്നെ ആയിരിക്കും എന്നാ പറയുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ AB എന്ന് പറയുന്ന ബോഡിയിൽ തന്നെ W1 W2 എന്ന് പറയുന്ന ലോഡ് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എയിൽ ഉണ്ടാകുന്ന RAയിൽ ഉണ്ടാകുന്ന റിയാക്ഷനും RBയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ രണ്ടിന്റെ സം ആയിരിക്കും. W1 ലോഡ് കാരണം ഉണ്ടാകുന്ന RAയിൽ ഉണ്ടാകുന്ന RA1 പ്ലസ് W2 കാരണം ഉണ്ടാകുന്ന RA2ന്റെ സം ആയിരിക്കും എന്ത്? RA. സെയിം അതുപോലെ തന്നെയാണ് Bയിൽ എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് ഫോഴ്സും കാരണം ഉണ്ടാകുന്ന ടോട്ടൽ റിയാക്ഷൻ ആണ് Bയിൽ ഉണ്ടാകുന്ന RBയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. It states that if a number of forces simultaneously acting on a body, then each one of the forces will produce the same effect when its force acting along the body. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡെഫിനിഷൻസ് തന്നിട്ട് ഏതിന്റെ ആണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കാം. ജസ്റ്റ് അപ്പൊ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണെന്നുള്ളത്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ അറിയാമല്ലോ എന്നതാണെന്നുള്ളത്. അടുത്ത കൺകറന്റ് കോപ്ലനാർ ഫോഴ്സസ്. കൺകറന്റ് കോപ്ലനാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ ആ സെയിം കാര്യം തന്നെ ഉള്ളത്. ആ ടോപ്പിക് കണ്ടപ്പോ ഞാൻ ഒന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ കൺകറന്റ് ഫോഴ്സ് കോപ്ലനാർ ഫോഴ്സസ് ഒക്കെ എന്താണെന്നുള്ളത്? ആ സെയിം തന്നെയാ. എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഒരു ബോഡി
ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയിൽ ഇപ്പം സെവറൽ ഫോഴ്സസ് ആക്ട് ചെയ്യുവാണെന്ന് വിചാരിച്ചോ. സെവറൽ ഫോഴ്സസ് ആക്ട് ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു ബോഡിയിൽ സെവറൽ ഫോഴ്സസ് ആക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയും. ഫോഴ്സ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു ബോഡിയിൽ സെവറൽ ഫോഴ്സ് ആക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയും. അങ്ങനെ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം പ്ലെയിനിൽ കൂടെ പോവാണെങ്കിൽ ഈ ഫോഴ്സ് ഇപ്പം എന്താ സെയിം പ്ലെയിനിൽ നമ്മൾ പറഞ്ഞില്ലേ, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ഒക്കെ പറഞ്ഞില്ലേ, അതാ സെയിം ലൈൻ കൂടെ പോവാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ, അവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് സിസ്റ്റം ആണ് കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, കോപ്ലനാർ സിസ്റ്റം ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഒരു ബോഡിയിൽ സെവറൽ ഫോഴ്സസ് ആക്ട് ചെയ്യും. ആ സെവറൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഫോഴ്സ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയും. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം പ്ലെയിനിൽ കൂടെ പോവാണെങ്കിൽ ആ സെയിം പ്ലെയിനിൽ കൂടെ പോകുന്നതിനെ നമ്മൾ കോപ്ലനാർ സിസ്റ്റം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ കോപ്ലനാർ സിസ്റ്റം ഓഫ് ഫോഴ്സിനെ നമ്മൾ 3 രീതിയിൽ പറഞ്ഞു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? കൊളീനിയർ, എന്താ കൺകറന്റ് ആൻഡ് നോൺ കൺകറന്റ്, ഒന്നും കൂടെ പറഞ്ഞു നോൺ കൺകറന്റ്. ഓക്കെ, പിടികിട്ടിയോ? മനസ്സിലായ എന്താണെന്ന്? ആ സെയിം കാര്യം തന്നെ ഉള്ളു, നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് കമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. എന്താണ് കമ്പോസിഷൻ, എന്താണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്? കമ്പോസിഷൻ ഓഫ് ഫോഴ്സ് ഉണ്ട്, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് ഉണ്ട്. അപ്പം ദ റീപ്ലേസ്മെന്റ് ഓഫ് സെവറൽ ഫോഴ്സസ് ബൈ എ സിംഗിൾ ഫോഴ്സ് ഈസ് കോൾഡ് കമ്പോസിഷൻ. എന്താണ്? ഒരു സെവറൽ ഫോഴ്സസിനെ നമ്മൾ റീപ്ലേസ് ടു ഒരു സിംഗിൾ ഫോഴ്സിലേക്ക് മാറ്റുവാണെങ്കിൽ അതിനെ നമ്മൾ ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം പാട്ടൊക്കെ ഇപ്പം കമ്പോസ് ചെയ്യുന്നത് പല ടൈമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ഒന്നാക്കുകയല്ലേ ചെയ്യുക. സെയിം കാര്യം തന്നെ നമ്മുടെ പല ഫോഴ്സസ് ഉണ്ട്, സെവറൽ ഫോഴ്സസ് ഉണ്ട്, അതിനെയൊക്കെ നമ്മൾ എന്താക്കുക, ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് ആക്കുന്നതിനെ നമ്മൾ കമ്പോസിഷൻ എന്ന് പറയുക. ദെൻ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. ദ റീപ്ലേസ്മെന്റ് ഓഫ് എ ഫോഴ്സ് the replacement of a single force by several force is called resolution. Okay, ഒരു സിംഗിൾ ഫോഴ്സിനെ അതിനെ നമ്മൾ സെവറൽ ഫോഴ്സിലേക്ക് ആക്കുന്നതിനെ അതിനെ നമ്മൾ എന്താ പറയുക? റെസൊല്യൂഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ? റെസൊല്യൂഷൻ എന്താണ്? റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ ഫോഴ്സിനെ നമ്മൾ പല ഫോഴ്സിലേക്ക് സെവറൽ ഫോഴ്സ് ആയിട്ട് മാറ്റുന്നതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കോമ്പോസിഷന്റെ നേരെ ഓപ്പോസിറ്റ്. കമ്പോസിഷന്റെ നേരെ ഓപ്പോസിറ്റ്. കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കമ്പോസ് ചെയ്യുക, ഒന്നാക്കാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ ഫോഴ്സിനെ നമ്മൾ പലതാക്കുകയാണ്, സെവറൽ ഫോഴ്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഇവിടെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് ചിലപ്പോ നിങ്ങൾക്ക് ഫോഴ്സസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റിയാക്ഷനോ മൊമെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഡയറക്ഷൻസും സൈനും ഒക്കെ അറിഞ്ഞിരിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമുക്കറിയത്തില്ലേ, ഓരോ ക്വാഡ്രന്റ് വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം എന്താണ്, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ദെൻ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, ഫോർത്ത് ക്വാഡ്രന്റ് ആണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വാർട്ടറിൽ നമുക്കറിയാം എക്സ് റൈറ്റിലേക്ക് പോകുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പ് മുകളിലേക്ക് പോകുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ? അവിടെ എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും ആക്സിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെ? ദെൻ സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ നെഗറ്റീവ് ആയിരിക്കും അല്ലെ? ദെൻ തേർഡിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? എക്സും ആണെങ്കിലും വൈ ആണെങ്കിലും എന്തായിരിക്കും? നമുക്ക് ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഫോർത്ത് ക്വാർട്ടറിലേക്ക് വരുമ്പോഴോ റൈറ്റ് സൈഡ് എക്സ് എന്ന് പറയുന്നത് പ്ലസും ഡൗൺവേർഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു സൈൻ ഒന്ന് പഠിച്ചു വെക്കാം.
അറിയാവുന്നതല്ലേ ഇത്? മനസ്സിലായോ എങ്ങനെയാന്ന്? മാത്സ് പഠിക്കുന്നതല്ലേ? ഫസ്റ്റ് ക്വാർട്ടറിൽ വരുമ്പം അല്ലേ പ്ലസ് ദെൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും. ദെൻ ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് ക്വാർട്ടറിലേക്ക് വരുമ്പോൾ എന്താണ്? എക്സ് ആക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ദെൻ തേർഡ് വരുമ്പോൾ എന്തായിരിക്കും? എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഫോർത്ത് കോർഡിനേറ്റിൽ വരുമ്പോൾ എക്സ് പോസിറ്റീവും വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചേക്കുന്നത് അത് കാണിച്ചു തരാം. നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. റിസോൾവ് ചെയ്യുന്ന സമയത്ത് ആംഗിൾസ് എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. അതായത് ഇവിടെ ഇപ്പം രണ്ട് ഫോഴ്സസ് കൊടുത്തേക്കാം നമുക്ക്. എക്സ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്. ഇപ്പം ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്കൊരു ഫോഴ്സ് ആക്റ്റീവ് ആണ്, ഇൻക്ലൈൻഡ് ആണ്. അത് എക്സിലും അല്ല വൈയിലും അല്ല, അല്ലെ? ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, ചിലപ്പോ ഇതിനകത്ത് ഒന്ന് ഇതിനെ എക്സിലേക്ക് ആക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനെ വൈയിലേക്കൊക്കെ ആക്കാൻ ചോദിക്കാം നമ്മളോട്. അപ്പൊ നമുക്ക് ഒരു ആംഗിളും തരും. ഇപ്പൊ ഇവിടെ ആംഗിൾ തന്നേക്കുന്നത് എന്താ? എക്സും ഈ ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ആണ് നിങ്ങൾക്ക് എത്ര തന്നേക്കുന്നത്? 30 ഡിഗ്രി തന്നേക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫിഗർ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എക്സ് വൈ എന്ന് പറയുന്ന ആക്സിസ് ഉണ്ട്, അവിടെ ഇൻക്ലൈൻ ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ ആ എക്സ് എന്ന് പറയുന്ന ആക്സിസ് ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ 30 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ ഹൊറിസോണ്ടലി നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യണം, വെർട്ടിക്കലി ആയിട്ട് റിസോൾവ് ചെയ്യണം. ഓക്കെ, ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ എക്സിലോട്ട് റിസോൾവ് ചെയ്യണം, വൈയിലോട്ട് റിസോൾവ് ചെയ്യണം. നിങ്ങൾ എന്തറിയണം? അപ്പൊ ഈ സൈൻ, ഈ ആംഗിളില് സൈൻ ആണോ കോസ് ആണോ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെ അറിയാൻ പറ്റും നമുക്ക്? ഏറ്റവും എളുപ്പമായി നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചേക്കുക. ഏത് ആക്സിസിനോട് ചേർന്നാണ്, അതായത് എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ് അല്ലേ, എക്സ് ആക്സിസിനോട് ചേർന്നാണ് ഈ ആംഗിൾ നിൽക്കുന്നെങ്കിൽ അത് എന്തായിരിക്കും? എക്സ് എടുക്കുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? കോസ് ആയിരിക്കും. ഓക്കെ, എക്സ് ആക്സിസിനോട് ചേർന്നാണ് ഈ ആംഗിൾ നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും? കോസ് ആയിരിക്കും എക്സിൽ ഫോം ചെയ്യുന്നത്. ദെൻ ഇത് കോസ് ആണെങ്കിൽ വൈയിൽ എന്തായിരിക്കും? സൈൻ ആയിരിക്കും. ഓർത്ത് വെച്ചേക്കാം. ഇതിനെ എങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് എക്സ്, അതായത് ഫോഴ്സ് അറ്റ് എക്സ് എടുക്കണം. എക്സിലോട്ട് നമ്മൾ ഇതിനെ റിസോൾവ് ചെയ്യാൻ പോവാം. പിന്നെ റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഏത് ഫോഴ്സ് ആണ്, ഈ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എക്സിലോട്ട് കൊണ്ടങ്ങിടണം. ഓക്കെ, ഫിഗർ ഇങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിനെ നമ്മൾ എന്താണ്? എക്സിലോട്ട് കൊണ്ടുവരാൻ പോവാം. ഈ എഫിനെ നമ്മൾ എങ്ങനെ ആക്കി? എക്സ് ഡയറക്ഷനിലേക്ക് ആക്കാൻ പോവാം. എക്സ് ഡയറക്ഷൻ ആക്കണമെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെ? ഈ ആംഗിൾ അറിയുമെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എക്സ് ആക്സിസോട്ട് ചേർന്നാണ് നമുക്ക് തന്നേക്കുന്ന ഈ ആംഗിൾ എങ്കിൽ ഇത് എന്തായിരിക്കണം? ഫോഴ്സ് ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? മാം, ഈ ടോപ്പിക്കിന്റെ പേരെന്താണ്? ഈ റെസൊല്യൂഷനകത്ത് വരുന്നതാ ഇത്. റിസോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കുക ചിലപ്പം, കൺഫേം അല്ല. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് ആണോ? അതിന്റെ കമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. സിലബസിലില്ലേ? ഉണ്ടല്ലോ. അതല്ല, ഇതില് ഹെഡിങ് കണ്ടില്ല. ഇത് അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്. എന്റെ ബാലൻസാ. ഇത് റിസോൾവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, എത്ര ഓർത്ത് വെച്ചാൽ മതി. ഈ എഫ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് എക്സുമായിട്ട് ചേർന്ന് എടുക്കുവാണെങ്കിൽ അത് കോസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ആ ഫോഴ്സ് ഇൻറ്റു ഈ ആംഗിൾ ആയിരിക്കും നമ്മൾ എഴുതുക. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? എഫ് ആണ്. ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് 30. മനസ്സിലായോ? നേരെ ഇപ്പം വൈ ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് കോസ് ആണെങ്കിൽ ഒബിയസ്ലി അടുത്ത സൈഡ് സൈൻ ആയിരിക്കും. ക്ലിയർ ആണോ? ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഇപ്പം ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് എക്സ്
എഫ് സൈൻ 30. എന്തോ എഫ് സൈൻ 30. മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത്? ഇവിടെ ആംഗിൾ എവിടെ കിടക്കുന്നത്? y ആക്സിസുമായിട്ട് ചേർന്ന കിടക്കുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? y ആക്സിസായിട്ട് ചേർന്ന് കിടക്കുമ്പോൾ y-യിലാണ് എന്ത് വരിക? കോസ് വരിക. എസിൽ അപ്പൊ എക്സിൽ എന്താവും? സൈൻ വരും. ഓക്കെ ആണല്ലോ? ഈ രണ്ട് കൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എക്സുമായിട്ട് ചേർന്നാണ് ആംഗിൾ കിടക്കുന്നെങ്കിൽ എക്സ് സൈഡ് കോസും മറ്റേ സൈഡ് സൈനും ആയിരിക്കും. ആ ഒറ്റൊരു കൺസെപ്റ്റ് പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. തിരിച്ചു വന്നാലും എഴുതാൻ മനസ്സിലാവും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞാല് ഇതൊന്നും നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം മതി. ഫൈനൽ ഈ 3 ഇക്വേഷൻസ് മാത്രം മതി. ഞാൻ പറയണോ ഇതെങ്ങനെയാ വരുന്നത്? അത് മൊത്തത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് പറയണോ? കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് നോക്ക്, ഞാൻ ഈ ഫിഗർ വന്നേക്കുന്നത് പറഞ്ഞുതരാം. ഫിഗർ വെച്ച് നോക്കിയാൽ മതി. ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, ദെൻ y ഉണ്ട്. ഓക്കെ. അപ്പൊ ഓർഡറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫോർത്തിൽ F4. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും F1 ആണ് നമ്മൾ ഈ ആംഗിൾ ഫോം ചെയ്യുക. മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. F1 തമ്മിൽ ആൽഫ 1. ദെൻ എന്താണ്? ഹലോ മാം.